ഹലോ ഗൈസ്, വെൽക്കം ടു അൻറാത്താസ് ബ്ലോഗ്. സുഖനൊക്കെ എല്ലാവർക്കും. അപ്പം ഇല്ലേ, ഇന്ന് ഞാൻ കോളേജിലേക്ക് പോട്ടോ. സംഭവം കോളേജിൽ പോയിട്ട് കാലേ ക്ലാസ്സൊക്കെ കഴിഞ്ഞിക്കണ്. ഞാനില്ലേ സ്ക്രൈബ് ചെയ്താൻ വേണ്ടി പോട്ടോ. ഒരു കുട്ടിക്ക് സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഹിസ്റ്ററി. അപ്പോൾ ഞാൻ അങ്ങനെ പോവാണ് കോളേജിലേക്ക്. അങ്ങനെ ഇതാട്ടോ, നമ്മൾ കോളേജിലെത്തി അല്ലേ. നമ്മൾ ഇന്ന് ട്രാവൽ തന്നെ ചാടിക്കാൻ പോവാം. ചായ അല്ല, കോഫി. ഇവള് ഷുഗർ കട്ടാ. ഇതൊക്കെ കോപ്പി നുള്ളണാണെങ്കിലും നുള്ളണ കൂടി ഇടണം. കോപ്പി അടിക്കൂലേ? ആ, അതാണ് വീഡിയോൻ്റെ പവർ. ഇവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഇതാട്ടോ. ഇവിടെ നമ്മളെ കോഫി എത്തിയിട്ടുണ്ട്. പക്ഷെ കടി വന്നിട്ടില്ല അല്ലേ. എന്തോ ഒരു സങ്കടം. അർപ്പിത, സങ്കടമില്ലേ? ഇല്ല. ഗൈസ്, ഇന്നില്ലേ ഇവിടെ സ്പെഷ്യൽ ഫുഡാട്ടോ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണെന്ന് അറിയാം? എന്തൊക്കെയമ്മ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? പൂടി, പായസം, പച്ചരിന് പായസം, ചെറിയ കടലാണ് കടി. അറിയോ? ചന, ചന, സാദാ ചന. സാദാ ചന. പിന്നെ പച്ചരിന് പായസം, ഖീർ. ഞങ്ങൾ ഭാഷക്ക് ഖീർ. ഖീർ, പൂരി, സബ്ജി, സിമ്പിൾ. പിന്നെ സലാഡ്. ഓക്കെ ഓക്കെ, ഞാൻ കാണിച്ചു കേട്ടോ. ഇവിടെ കേട്ടോ അമ്മ ആട്ട കൊയ്ക്കാൻ നിൽക്കുക. ഇവിടുത്തെ പായസം ആയിട്ടില്ല. കിട്ടൂലല്ലോ. നല്ല ടേസ്റ്റുള്ള അരി പായസം. ഇതിൽ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, കേരള സ്റ്റൈൽ ഇല്ല അമ്മ? ഓക്കെ ഓക്കെ. അവിടെ കറി കറിയായി. കുക്കറിൽ ഓഫാക്കി കറിയായി. കുക്കറിന് കാണിച്ചിട്ടുണ്ട്. കുക്കർ കാണിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ അമ്മ അത് കഴിക്കി. എൻ്റെ കയ്യിലേ ഇതായിട്ടോ, കുറച്ച് മുറിഞ്ഞ് തേങ്ങ ചേരുമ്പോൾ. ഞാൻ പോയി സലാഡ് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്. അങ്ങനല്ലേ ഇവിടെ എല്ലാ സാധനവും ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇനി പൂരി മാത്രമേ ഉള്ളൂ. ഇതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അമ്മ പരത്തുക ഇതാട്ടോ. അമ്മ ഇവിടെ ഇതാട്ടോ കുറച്ചെണ്ണം ഇവിടെ ഉറങ്ങുന്ന. എന്താ സുഖമായിട്ട് ഉറങ്ങാം. രണ്ടെണ്ണം ഇവിടെ ഉണ്ട്, ഒന്ന് അവിടെ ഉണ്ട്, ഒന്നവിടെ. എന്ത് 5 മണിക്ക് വന്നിട്ട് മെക്സിക്കോ അങ്ങനെ ഇതാട്ടോ. ഞാൻ ഒക്കെ വേണ്ടി ഉണ്ടാക്കട്ടെ. ഇപ്പം ഏട്ടൻ വരും ഫുഡ് കഴിക്കാൻ. അപ്പം നീ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടോ. ഞാനും അമ്മയും പൂരി ഉണ്ട് കേട്ടോ കഴിക്കുന്നത്. ബിക്കോസ് വി ഡോണ്ട് ലൈക്ക് പൂരി. ഞങ്ങൾ രാവിലത്തെ ചോറുണ്ടീനും കറി ഉപ്പേരി കാണിച്ചതേ ഇതാട്ടോ. പരിപ്പും ചോറും സലാഡ് ഉപ്പേരി അങ്ങനെ കഴിക്കുന്നത്. ഞാൻ വേഗം കഴിച്ചിട്ട് വരെ. പായസം കിട്ടോ? ഇവിടെ പായസം ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് പോന്നിട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. ഞാനില്ലേ സംഭവം എനിക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാൻ കഴിയില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കുമ്പോൾ രാവിലത്തെ ഫുഡാണ് ഞാൻ രാത്രി കഴിക്കില്ല. എന്നും ഇവിടെ രാത്രി ചപ്പാത്തിയാണ്. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഇഷ്ടമില്ല.
അതുകൊണ്ട് രാവിലെ ഞാൻ കോളേജിൽ പോകും, അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ രാത്രിയാണ് കഴിക്കൽ. ചപ്പാത്തി ഐ ഡോണ്ട് ലൈക്ക്. ചപ്പാത്തി, പൂരി, പറാട്ട അതൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഓയിലല്ലേ അങ്ങനെ. എനിക്കും ഏട്ടനിക്കും ഇഷ്ടമില്ല കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഓയിലി സാധനം മാത്രം കേട്ടോ. ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ എനിക്കിഷ്ടമല്ല. നിങ്ങളിൽ എത്ര പേർക്ക് ചപ്പാത്തി ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടോ കമൻറ്റിൽ. എപ്പോഴെങ്കിലും കഴിക്കും കേട്ടോ, അങ്ങനെയില്ല. പിന്നെ അല്ലേ, ഇന്ന് ഞാൻ എക്സാം എഴുതാൻ പോയിരുന്നല്ലോ, സ്ക്രൈബ്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ബാങ്കിൽ പോയി. എൻ്റെ എന്തോ സിഗ്നേച്ചർ മാച്ച് ഇല്ല എന്ന് പറഞ്ഞ്, എന്തോ ചെറുപ്പത്തിൻ്റെ സിഗ്നേച്ചറാണ്, അപ്പോൾ മാറ്റാൻ പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ ചെറിയൊരു പണിയിലേന്ന്. പിന്നെ ഇല്ലേ, വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, ഫോൺ ചാർജിലിരുന്നു. രണ്ടാമത്തെ, ഫോൺ നല്ല ചൂടായി. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം പിന്നെ വെയിലൊക്കെ ആണല്ലോ, ഫോൺ വേഗം ചൂടാവും. യൂസ് ചെയ്തില്ലെങ്കിലും നല്ല ഹീറ്റാവും. അങ്ങനെ ഈച്ച. അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ വീഡിയോ. ഫോൺ ചൂടായ ക്യാമറ ഓൺ ആവില്ല, ആർക്കും കോൾ ചെയ്യാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല ഫോൺ. അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് ഇപ്പോൾ. ഇനി ഷോർട്ട് ഔട്ട് ചെയ്യാം. അപ്പം ഇനി ഞാൻ പോയി ഉറങ്ങാൻ പറ്റും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നെ കണ്ടാൽ തോന്നില്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ എണീച്ചിരുന്നു. നമ്മൾ എക്സാം എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ പഠിക്കാത്ത സാധനമല്ലേ എഴുതി കൊടുക്കുന്ന സ്ക്രൈബിൽ. അപ്പം അങ്ങനെ അത് പഠിച്ച് രാവിലെ എണീച്ച് പഠിച്ച് രാത്രി കുറച്ച് നേരം പഠിച്ച് അങ്ങനെ ഉറക്കം വരുന്നുണ്ട്. പാസ്സാവും എന്തായാലും ആ കുട്ടി. അത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പോയി ഉറങ്ങട്ടിട്ടു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇല്ലേ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ പറയില്ല, ഒരു 2 വീക്സ് 2 വീക്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരും ആഗ്രഹിച്ച ഒരു സർപ്രൈസാണ് അച്ഛൻ പാട്ട് കേൾക്കുന്നത്. അപ്പം ആ സർപ്രൈസ് എന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ എന്താണെന്നുള്ളത്, ഞാൻ നോക്കട്ടെ. ഞാൻ പറയാൻ പോണ സർപ്രൈസും നിങ്ങൾ ഗസ് ചെയ്തും സെയിം ആണോ എന്നുള്ളത്. എന്തായാലും 2 വീക്സ് ഒരു 15-ാം തീയതി ആകുമ്പോഴേക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.